എന്തിനാണ് ഇങ്ങനെ അബ്യൂസ്മെൻ്റ് ഒക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഐഡൻറ്റിറ്റി അത് ഇതെന്നൊക്കെ പണ്ടെങ്കിൽ ട്രോളുന്ന എന്താണെന്ന് ഞാൻ ചോദിക്കും. അല്ലാണ്ട് ഇങ്ങനെ കളിയാക്കുമ്പോഴും നമ്മൾ ജെൻഡറിനെ കുറിച്ച് ഇങ്ങനെ കുത്തി കുത്തി പറയുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമവും വേദനയൊക്കെ വരാറ്. നമ്മൾ ചാന്തുപൊട്ട്, കുണ്ടൻ, 9 കോൽക്കളിയാണോ, നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊക്കെ പറയുമ്പോൾ ഇപ്പം ഇത്ത പറഞ്ഞില്ലേ, ഇത്താടെ ഒരു വീഡിയോ എടുത്ത് ഒരാൾ എപ്പോഴും റിയാക്ഷൻ ചെയ്യുന്നു, അയാളെ നേരി കണ്ടു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഞാൻ ഫസ്റ്റ് ഓഫ് അയാളോട് ചോദിക്കും എന്താണ് പ്രശ്നം, എന്താണ് എനിക്കുള്ള പ്രശ്നം. മറ്റേ സിനിമയിൽ പറഞ്ഞ ഇവിടെ വന്നേ നീ, ഇവിടെ നിന്നേ നീ ചോദിക്കട്ടെ അങ്ങനെ പറഞ്ഞ പോലെ ലൈക്ക് ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം. നിങ്ങൾ ലൈക്കിനാണെങ്കിൽ എന്നെ കുറച്ച് എന്നെ വെച്ച് നിങ്ങൾ ലൈക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രോള് നല്ല ചിരിക്കാൻ പറ്റുന്ന ട്രോള് രീതിയിൽ ഉണ്ടാക്കും. എന്തിനാണ് ഇങ്ങനെ അബ്യൂസ്മെന്റ് ഒക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഐഡന്റിറ്റി അത് ഇതെന്നൊക്കെ പണ്ടെങ്കിൽ ട്രോള് എന്താണെന്ന് ഞാൻ ചോദിക്കും. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നം. നോർമലായിട്ട് ട്രോളൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോ എങ്ങനെയാ? ചില ട്രോളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. ലൈക്ക് പക്ഷെ ഇത്തായി കൂടുതലും ഫേമസ് ആക്കിയിരിക്കുന്ന ട്രോളാണ്. അതെ, അതെ പറഞ്ഞു. ചില ട്രോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളെ അത് ചില ട്രോളുകൾ നമ്മളെ ചിന്തിപ്പിക്കും, ചില നമ്മളെ ഒരുപാട് ചിരിപ്പിക്കും, ചിലതാണ് നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇരിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വിഷമമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ട്രോളൊക്കെ എടുത്ത് കാണുമ്പോൾ അല്ല, ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കും ജാസി ട്രോൾസ് എന്ന്. അപ്പോൾ കുറേയൊക്കെ ട്രോൾസ് വരുമല്ലോ. ലൈക്ക് ഈ ജഗതിന്റെ സിനിമയിലെ സീനുകളും കൽപ്പന ചേച്ചിയുടെ സിനിമയിലെ സീനുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, ഫിലിമിലത്തെ സീൻ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കണ്ട് ചിരിക്കാറുണ്ട്. ആണല്ലേ, അതൊക്കെ ഇഷ്ടമാണ്. ആഷി എൻജോയ് ചെയ്യാറുണ്ട്. ആഷിക്ക് ഞാൻ ചില നല്ല ട്രോളൊക്കെ വരുമ്പോൾ ആഷിക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. ഇവൻ ആഷിനും എന്നെ വെച്ച് കുറെ ട്രോളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല രസമുള്ള ട്രോളൊക്കെ ആഷിക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും, ആഷിനെ വിളിച്ച് കാണിപ്പിച്ചു കൊടുക്കും. അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ കളിയാക്കുമ്പോഴും നമ്മൾ ജെൻഡറിനെ കുറിച്ച് ഇങ്ങനെ കുത്തി കുത്തി പറയുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമവും വേദനയൊക്കെ വരാറ്. ജെൻഡറിനെ പറ്റി പറയുമ്പോഴത്തേനും അതെ നമ്മുടെ അതെ കുറെ നമ്മൾ ചാന്തുപൊട്ട്, കുണ്ടൻ, 9 കോൽക്കളിയാണോ, നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നാറുണ്ട്. സ്കൂൾ ടൈമിൽ ഇങ്ങനത്തെ വിളികളൊക്കെ എപ്പോഴെങ്കിലും കേൾക്കുന്നത്? സ്കൂൾ ടൈമിലും ഞാൻ ഒരുപാട് ഇതേപോലെ മാറ്റി നിർത്തലും കളിയാക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ മാറ്റി നിർത്തിയ കുട്ടികളൊക്കെ വിളിച്ചിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്, നീ വരണം, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് നീ ഒരു വിഷസ് വീഡിയോസ് പറയണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ഒരു ഫുട്ബോൾ കളിയുടെ ഒരു നീ ആശംസ വീഡിയോ പറയണം, അല്ലെങ്കിൽ പഞ്ചായത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഇത്തയെ പോലെ തന്നെ റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചേച്ചിയായിരുന്നു നാഗ ചേച്ചി. അറിയില്ല, നിങ്ങൾക്കല്ല ഞാൻ തുപ്പും മറ്റേത്. ഞാൻ പേഴ്സണലി എനിക്ക് നാഗ ചേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഇതിൽ പറയുമ്പോൾ മാത്രമേ ചേച്ചി അങ്ങോട്ട് വിമർശിക്കാറുള്ളൂ, അല്ലാണ്ട് അതെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാഗചേച്ചി കുറച്ച് ഒരുപാട് ഫാൻസോളായി. ഈവൻ നാഗചേച്ചിയുടെ വീഡിയോസ് എടുത്ത് സെർച്ച് ചെയ്ത് പോയി കാണുന്ന ആൾക്കാരുണ്ട്, എഡിറ്റ് ചെയ്ത് ട്രോളാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോസ്. കുറേയൊക്കെ ഞാൻ ചിന്തിക്കും നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച്, ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എവിടേക്കോ എന്തൊക്കെ സത്യമാണെന്നുള്ളത് ചിന്തിച്ച് പോവാറുണ്ട്. ഇല്ല, മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. പേഴ്സണലി എനിക്ക് കാണാൻ ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ. അതേപോലെ ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാ? ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേരൊന്നുമില്ല. എനിക്ക് നല്ല ക്രിയേറ്റീവ് കണ്ടന്റ് എടുക്കുന്ന എല്ലാ ആൾക്കാരെയും ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോൾ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ്, ലൈക്ക് ഒരു മൂവി പോലെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് കൊടുത്തിട്ടുള്ള വീഡിയോസ്, അങ്ങനത്തെ ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്റ്റോപ്പ് ആക്കി വെച്ചു. അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഇൻകം വരാറായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ. പിന്നെ അത് എഡിറ്റിങ്ങും മറ്റേതൊക്കെ ആയിട്ട് ജോലിയും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വീഡിയോസും ടിക്ടോക്ക് വീഡിയോസും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ഈ കുഞ്ഞിലെ ഈ വീട്ടിലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അന്നോട്ടേ നമ്മുടെ മനസ്സിലൊരു പെണ്ണാന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരെങ്ങനെയായിരുന്നു? അതോ വീട്ടുകാർ കാണാതെ റൂമിൽ ചെന്ന് ഒളിച്ചിരുന്നൊക്കെയായിരുന്നു? വീട്ടുകാരെ കാണാണ്ട് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യാറ്. പിന്നെ അന്നും മുതലേ മേക്കപ്പിനോടും അതേപോലെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ വീട്ടിൽ ഉമ്മ കാണാണ്ടൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും, ഇത്തത്തന്മാരുടെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് യൂസ് ചെയ്യും, കൺമഷി എഴുതും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് ഉമ്മായും വാപ്പായും എപ്പോഴും കണ്ടപ്പോൾ കണ്ട സമയത്ത് ലൈക്ക് വഴക്കല്ല, ലൈക്ക് നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താ നീ അങ്ങനെ ചെയ്യുന്നത് ഒക്കെ
അങ്ങനെ പിന്നെ ചെറിയ പ്രായമല്ലേ, അപ്പൊ പിന്നെ അവരങ്ങനെ വലിയ സീരിയസ് ആക്കി എടുക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വലിയ അടി അല്ലെങ്കിൽ വഴക്ക് എന്ന് പറയാനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ആണല്ലേ?